ഇനി നമ്മള് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. പേജ് നമ്പർ 5. ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ധർമ്മ സ്ഥാപനത്തിലൂടെ മഹാന്മാരായിത്തീരുന്നു. യുദ്ധത്തിന് പോകുന്ന വ്യക്തികൾക്ക് ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ വിജയിച്ച് തിരിച്ചു വരല്. രണ്ടായാലും പരമവീരചക്രം, അശോകചക്രം, കീർത്തിചക്രം, ശൗര്യചക്രം മരണാനന്തര ബഹുമതിയായിട്ടും അല്ല വിജയിച്ചതിന്റെ ബഹുമതിയായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. രണ്ടായാലും രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് ഏറ്റവും ഉദാത്തമായത്. ഹതോവാ പ്രാപ്സ്യതി സ്വർഗം, മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോവാനും, ജിത്വാവാ മോക്ഷ്യതേ മഹീം, വിജയിച്ചാല് ഈ ധന്യമായ രാഷ്ട്രത്തില് ഭരിച്ച് ജീവിതം ആനന്ദിക്കാനും 2 ഓപ്ഷൻ ഒരു ക്ഷത്രിയനുണ്ട്. ഇതാണ് ധാർമ്മികമായ വ്യവസ്ഥിതി. ലക്ഷ്യബോധത്തോടെ അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുക. ഈ വരി ഇമ്പോർട്ടന്റാ, വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തോളൂ. ലക്ഷ്യബോധത്തോടുകൂടി അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക. ഇത് ഉപയോഗിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു വരിയുള്ളത്, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. നല്ല വരിയ. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. അർത്ഥം മനസ്സിലായി? ജീവിതത്തിലെ ലക്ഷ്യം ഏതാണെന്ന് തീരുമാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇതിൽ പലതര ചിന്തകൾക്കും സ്ഥാനങ്ങളില്ല. ഞാനത് ചെയ്യണോ, ചെയ്താൽ ബാക്കിയുള്ളവർ വല്ലതും പറയോ, ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരുമോ, ഞാൻ ചെയ്താൽ സമൂഹം എങ്ങനെ എന്നെ കാണും, ഇങ്ങനെ ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. യുദ്ധക്ഷേത്രത്തിൽ വന്നിട്ടാണ് നിൽക്കുന്നത്, യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അതിന്റെ വരും വരായികകള് നേരത്തെ തന്നെ ചിന്തിക്കേണ്ടിയിരുന്നു, വേണമെങ്കിൽ ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ പറയാറില്ലേ, IAS പരീക്ഷ എഴുതാനായിട്ട് പേപ്പർ കിട്ടുമ്പോ ഞാൻ എഴുതണോ വേണ്ടയോ എന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒന്നില്ലെങ്കിൽ നേരത്തെ ചിന്തിക്കണം, IAS എനിക്ക് പറ്റിയതല്ല, ഞാൻ വേണ്ട. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രിമാരുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടി വരിക. IAS എടുത്തിട്ട് അത് കാരണം നമുക്ക് പറ്റിയതല്ല എന്ന് നേരത്തെ വിചാരിച്ചാൽ കുഴപ്പമില്ല. പരീക്ഷയുടെ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിക്കാൻ പോവണ്ട. എന്ത് ഭംഗിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. നേരെ യുദ്ധക്ഷേത്രത്തിൽ വന്ന 2 സൈന്യങ്ങളുടെ നടുക്ക് വന്ന് നിന്നിട്ട് ഞാൻ യുദ്ധം ചെയ്യണോ, ചെയ്താൽ എന്ത് സംഭവിക്കും, ആരെങ്കിലും എന്ത് പറയും, അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട സമയമല്ല, നേരത്തെ വേണമെങ്കിൽ ചിന്തിക്കരുതും. ഇതിൽ പലതരം ചിന്തകൾക്കും സ്ഥാനമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. അതിന് എത്ര അർത്ഥമുള്ളതെന്നറിയാമോ? കറങ്ങിത്തിരിയുന്ന ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി, കറങ്ങിത്തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന ബുദ്ധി. ഏക ഇഹ ഹേ നന്ദന കുരു. ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാറ്റാം. പലതും ചിന്തിക്കണ്ട, ഒറ്റ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാറ്റാം. ഒറ്റ ലക്ഷ്യത്തോടെ ധർമ്മസ്ഥാപനത്തിനു വേണ്ടിയുള്ള ത്യാഗം സഹിച്ച് മുന്നേറേണ്ടതാണ് ത്യാഗികളെ പോലെ നീയും. അവർ സ്വന്തം കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നു. അതായത് ലക്ഷ്യബോധമുള്ളവര് സ്വന്തം കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നു. അതിന്റെ ഫലത്തെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ വേവലാതിപ്പെടാതെ ഏകാഗ്ര ബുദ്ധിയോടെയും സ്വധർമ്മത്തിൽ കേന്ദ്രീകരിച്ചും പലതും ചിന്തിക്കാതെയും യോഗിയെ പോലെയും സ്ഥിതപ്രജ്ഞനായും ആത്മസംതൃപ്തിയോടെയും സുഖദുഃഖങ്ങളെ തുല്യമാക്കിയും ചുറ്റുപാട് നിന്ന് വരുന്ന വിലയിരുത്തലുകൾക്ക് വിധേയരാകാതെയും ലക്ഷ്യവും മാർഗവും മനസ്സിലുറപ്പിച്ചും ഈശ്വര സ്മരണയിലൂടെയും എല്ലാത്തിനോടും ബന്ധം വെക്കുമ്പോഴും ഒന്നിനോടും ബന്ധനമില്ലാതെയും വികാരങ്ങൾക്ക് വിധേയരാകാതെയും സംതൃപ്തമായ മനസ്സോടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും സമുദ്രത്തിലേക്ക് നദികൾ ചേരുമ്പോൾ ശാന്തമായി സമുദ്രം അത് സ്വീകരിക്കുന്ന മനോഭാവത്തോടെയും അഹങ്കാരവും അമിതാവേശവും ഇല്ലാതെയും ധീരന്മാർ പെരുമാറുന്നത് പോലെ ഹേ അർജുന, നീ നിന്റെ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കണം. വളരെ ചെറിയ സെന്റൻസ് ആണ്, മനസ്സിലായല്ലോ ഇല്ലേ? മൊത്തം സാഖ്യയോഗം ഒറ്റ വരി. അപ്പൊ അതിലെ ഓരോന്നും നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കാം. ഒന്നുകൂടി വായിക്കണോ? വായിക്കുമ്പോ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പാലക്കാട് ദൈവദശകം എടുത്തു. ആ ദൈവദശകം ക്ലാസ് എടുക്കുമ്പോ ഞാൻ പറയാറുണ്ട്, അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണം ചൊല്ലാൻ. വെറുതെ ചൊല്ലല്ലേ, ഒന്നൊന്നായി
എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ. ആ വാക്കുകള് ഇതിനെന്താ പറയാ? സംഹിതാപാഠം എന്ന് പറയും. സംഹിതാപാഠം. ഇപ്പൊ ഞാൻ പദപാഠം ഉണ്ട്. ഓരോ വാക്കും പറഞ്ഞ് നിർത്തുക. എത്ര നിർത്തണം? ഈ 3 ശബ്ദം കേൾക്കുന്ന സമയം വരെ നിർത്തണം. അതായത് ഒന്ന് ഒന്ന് ആയി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ള, നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അപ്പൊ തന്നെ അർത്ഥം കിട്ടും. അപ്പൊ തന്നെ അർത്ഥം കിട്ടും. ഇപ്പൊ എന്താ നമ്മൾ ചിലര് ചെയ്യുന്നത്? ഒന്ന് എണ്ണി എണ്ണി തൊട്ട് എണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിൽ ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്ന വസ്ത്രാദി മുട്ടാതെ കാത്തു രക്ഷിക്കും നിങ്ങളെ. തന്നെയല്ല തുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് ഇടാൻ പോയി. അപ്പൊ എന്ത് പറ്റി? അത് സംഹിതാപാഠവുമായില്ല, ഒന്നും ആയില്ല. ഈ മനസ്സ് മെക്കാനിക്കലി CD പ്ലേ ചെയ്യുന്ന പോലെ, കാസറ്റ് പ്ലേ ചെയ്യുന്ന പോലെ പ്ലേ ചെയ്തു. അപ്പൊ ഇവിടെ നോക്കാം. ഏകാഗ്രബുദ്ധിയോടെയും സ്വധർമ്മത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചും പലതും ചിന്തിക്കാതെയും യോഗിയെ പോലെയും സ്ഥിതപ്രജ്ഞനായും ആത്മസംതൃപ്തിയോടെയും സുഖദുഃഖങ്ങളെ തുല്യമാക്കിയും ചുറ്റുപാടു നിന്ന് വരുന്ന വിലയിരുത്തലുകൾക്ക് വിധേയരാകാതെയും ലക്ഷ്യവും മാർഗവും മനസ്സിലുറപ്പിച്ചും ഈശ്വര സ്മരണയിലൂടെയും എല്ലാത്തിനോടും അറ്റാച്ച്മെന്റ് വെക്കുമ്പോഴും എല്ലാത്തിനോടും ബന്ധം വെക്കുമ്പോഴും ഒന്നിനോടും ബോണ്ടേജ് ഇല്ലാതെയും ഒന്നിനോടും ബന്ധനമില്ലാതെയും വികാരങ്ങൾക്ക് പരിധിക്കപ്പുറം വിധേയരാകാതെയും സംതൃപ്തമായ മനസ്സോടെയും, സന്തോഷത്തോടുകൂടിയ മനസ്സല്ല, സന്തോഷത്തോടുകൂടിയ മനസ്സ് ഹാപ്പി മൈൻഡ്, സംതൃപ്തമായ മനസ്സ് കണ്ടന്റഡ് മൈൻഡ്, സംതൃപ്തിയോടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കി ഒതുക്കിയുമല്ല, ഗൈഡ് ചെയ്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും. അടുത്തത് ഉപമയാണ്. കൃഷ്ണന്റെ പ്രത്യേകത പല ഉപമകൾ ഇവിടെ പറയുന്നുണ്ട്. 40 ഉപമകളാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഉപമയെ പോലെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റിയ വേറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്റെ കൈ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ എന്തായി? തീ കത്തിക്കാൻ പറ്റില്ല. കാരണം തീ കത്തിക്കണമെങ്കിൽ കൈ വേണം. പാത്രം വയ്ക്കാൻ പറ്റില്ല, വെള്ളം ഒഴിക്കാൻ പറ്റില്ല, ഇളക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കഷ്ണം നുറുക്കാൻ പറ്റില്ല, വെജിറ്റബിൾ നുറുക്കാൻ പറ്റില്ല. അപ്പൊ ഉപമ, ആ സാമ്പാറിന്റെ ഉപമയെടുത്ത് ഇപ്പുറത്തേക്ക് നമ്മൾ വിളമ്പിയാൽ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ, നമുക്ക് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. അതുപോലെ സമുദ്രത്തിലേക്ക് നദികൾ ശാന്തമായി ചേരുമ്പോൾ ശാന്തമായി സമുദ്രം അത് സ്വീകരിക്കുന്ന മനോഭാവത്തോടുകൂടി എന്തെല്ലാം വികാരങ്ങൾ ഉണ്ടായാലും നിങ്ങൾ നോക്കുക, ചിലരൊക്കെ ഒരു തരത്തിലും ഡിസ്റ്റർബ്ഡ് അല്ല, ഒരു തരത്തിലും ഡിസ്റ്റർബ്ഡ് അല്ല. വിവേകാനന്ദന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അങ്ങയെപ്പോലെ ധന്യമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ത് മഹാഭാഗ്യമാണ്. ഉത്തരം പറഞ്ഞത് എന്തറിയോ? എന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അതിനേക്കാളും വലുതാണോന്ന്. ബ്രഹ്മസമാജക്കാരെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ എല്ലാം ഒന്നും ശാന്തമായിട്ടും സന്തോഷകരമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം ശാന്തമായിട്ടും സംതൃപ്തിയോടെയും അഭിമുഖീകരിക്കാൻ പറ്റണം. അങ്ങനെ ഒരാൾക്കേ പറ്റിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്, ഉമ്മൻചാണ്ടിക്ക്. സമുദ്രത്തിലേക്ക് നദികൾ ചേരുമ്പോൾ ശാന്തമായി സമുദ്രം അത് സ്വീകരിക്കുന്ന മനോഭാവത്തോടെയും ഏത് വികാര വിക്ഷോഭങ്ങളെയും ശാന്തമായിട്ട് സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തോടെ അഹങ്കാരവും അമിതാവേശവുമില്ലാതെയും ധീരന്മാർ പെരുമാറുന്നത് പോലെ ഹേ അർജുന, നീ നിന്റെ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കണം. നോക്ക, സാഖ്യയോഗത്തില് ആദ്യം പറഞ്ഞത് പരമാത്മാവിനെ കുറിച്ച്, ജീവാത്മാവ് പരമാത്മാവിനെ കുറിച്ച്. രണ്ടാമത് പറഞ്ഞത് ശരിക്ക് ജനന മരണത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്. മൂന്നാമത് പറഞ്ഞത് ഇപ്പൊ നീ ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ച്. ആ സാഖ്യയോഗം 3ആയിട്ട് തിരിച്ചു. ഒന്ന് ജീവാത്മാവ് പരമാത്മാവ്, മരണമില്ല, അങ്ങനെയൊക്കെ. 2 ശരീരം, മരണമുണ്ട്, അത് വസ്തുത. ആദ്യം പാരമാർത്ഥിക ജ്ഞാനം, രണ്ടാമത്തേത് വ്യാവഹാരിക ജ്ഞാനം, മൂന്നാമത്തേത് ഔദ്യോഗിക ജ്ഞാനം.
അങ്ങനെ മൂന്നാമത്തേത്, അതായത് ഔദ്യോഗിക ജ്ഞാനം. മനസ്സിലായി? നമ്മൾ ജീവിതത്തിൽ ഒരമ്മയുടെ സ്ഥാനത്ത് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ഇപ്പൊ പാരമാർത്ഥിക ജ്ഞാനം, വ്യാവഹാരിക ജ്ഞാനം, ഔദ്യോഗികമായിട്ടുള്ള ജ്ഞാനം, മൂന്നെണ്ണം. ഔദ്യോഗികമായ ജ്ഞാനം എന്ന് മറ്റുള്ളവർ ഭഗവത്ഗീത വിവരിക്കുമ്പോൾ അവർ പറയില്ല. പക്ഷെ ഇന്നത്തെ ലോകത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പാരമാർത്ഥിക ജ്ഞാനവും വ്യാവഹാരിക ജ്ഞാനവും മാത്രം കിട്ടിയാൽ പോരാ, അക്കൗണ്ടൻസിയെ കുറിച്ചുള്ള ഔദ്യോഗിക ജ്ഞാനം വേണം. ഒരു ഡോക്ടർക്ക് സർജറിയെ കുറിച്ച്, മെഡിസിനെ കുറിച്ചുള്ള ജ്ഞാനം വേണം. ഒരു വക്കീലിന് നിയമാവലിയെ കുറിച്ചുള്ള ജ്ഞാനം വേണം. അങ്ങനെ എല്ലാം നോക്കിയിട്ട് സമുദ്രത്തിലേക്ക് നദികൾ ചേരുമ്പോൾ ശാന്തമായത് സ്വീകരിക്കുന്ന ഭാവത്തോട് സ്വീകരിക്കും. അടുത്തത് കർമ്മയോഗം. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവരണം തുടങ്ങിയത് ആദ്യം ജ്ഞാനയോഗത്തില്, രണ്ടാമത്തേത് കർമ്മയോഗത്തില്. ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ ശ്രേഷ്ഠം എന്ന അർജുനന്റെ ചോദ്യത്തിന് കൃഷ്ണൻ മറുപടി പറയുന്നു. ഈ ചോദ്യം എല്ലാവരും ചോദിക്കുക. ഞാൻ ഒരു ജ്ഞാനയോഗിയായ പോരാ. ഇന്നത്തെ ലോകത്തില് ആർക്കും ജ്ഞാനയോഗി മാത്രമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ ചെന്ന് ഞാൻ സന്യാസം സ്വീകരിച്ചാൽ പോലും ആദ്യം നമുക്ക് തരുന്ന ജോലി പറമ്പ് കിളയ്ക്കുന്ന, അയാൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര തേങ്ങ വീണു, എത്ര മത്തങ്ങ ഉണ്ടായി, ഇതൊക്കെ എണ്ണാൻ പറയും. തപസ് ചെയ്യാനായിട്ട് അവിടേക്ക് പോവാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയില്, അറിഞ്ഞൂടെ, നിങ്ങളൊന്നും സിനിമയൊന്നും കാണാറില്ല, പിന്നെ ഞാനെന്ത് അല്ലേ? അതിലൊക്കെ ശരിക്ക് ആ ശബരിമല പോയി വന്ന ഉടനെ തന്നെ തലമുടിയും രുദ്രാക്ഷമൊക്കെ വെച്ച കുറച്ച് ഭസ്മമൊക്കെ തൊട്ട് ഇനി ഞാൻ ഒരു ജ്ഞാനിയെ പോലെയാണ്. അങ്ങനെയൊന്നും അല്ല ജീവിതം നമ്മളെ എല്ലാവരും ഒരേപോലെ ജീവിക്കുമ്പോൾ ചിലര് കൂടുതൽ അറിവ് നേടിയവരുണ്ടാവും, ചിലർക്ക് അറിവ് നേടിയാലും വിവരിക്കാൻ സാധ്യമല്ല. അവർ കർമ്മമണ്ഡലത്തില് വർക്ക് ചെയ്യണം. അപ്പൊ വർക്ക് ചെയ്യാൻ കർമ്മയോഗി, ജ്ഞാനയോഗി ആ അറിവ് നേടിയത് അറിവ് കൊടുത്തോളിക്കും. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേണ സംഖ്യാനാം കർമ്മയോഗേണ യോഗിനാം. അപ്പൊ അറിവ് നേടി അറിവ് കൊടുക്കാൻ കഴിവുള്ളവര് ആ ജോലി ചെയ്യട്ടെ. മറ്റു ചിലര് മെക്കാനിക്കൽ മാനുവൽ വർക്ക് ചെയ്യാൻ കഴിവുള്ളവര് അത് ചെയ്യട്ടെ. രണ്ടുപേരും അറിവ് നേടി അറിവ് കൊടുക്കാൻ പോയാൽ കസേരയിടാൻ ആരാ ഉണ്ടാവുക? എല്ലാവരും സ്റ്റേജിലുണ്ടാവും, മുമ്പിൽ ആരും ഉണ്ടാവില്ല. എല്ലാവരും യേശുദാസ് ആയാലുള്ള കുഴപ്പം എന്താ? ഇവിടെ ആയിരിക്കും ആൾക്കാർ കൂടെ, അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ പാട്ട് പാടാൻ കഴിവുള്ളവര് അത് പഠിച്ച് പാടട്ടെ, കേട്ട് ആസ്വദിക്കാൻ കഴിവുള്ളവര് അപ്പുറത്ത് നിൽക്കും. അപ്പോ കർമ്മയോഗികളും വേണം, ജ്ഞാനയോഗികളും വേണം. ഇതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ശ്രീകൃഷ്ണൻ മറുപടി പറയുന്നു, ഈ ലോകത്തിൽ അറിവ് നേടി അറിവ് കൊടുക്കുന്ന യജ്ഞമാണ് ജ്ഞാനയോഗികൾ ചെയ്യുന്നത്. അറിവ് നേടി അറിവ് കൊടുക്കുന്ന യജ്ഞം ജ്ഞാനയോഗികൾ ചെയ്യുന്നു. ശാരീരികമായി അർപ്പണബോധത്തോടെ നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ. രണ്ടും ക്ലിയറാണ്. ഇപ്പൊ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന ആൾ ഒരു കർമ്മയോഗിയാ. കാരണം അത് തെറ്റാതെ കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ടോ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഞാൻ പറയുന്നതിലല്ല, ഞാൻ പറയുന്നതിലാവാനും പാടില്ല, ആ ക്യാമറയുടെ വർക്കിലാണ്. ആ വർക്ക് ചെയ്യുന്ന കർമ്മയോഗി. പഠിപ്പിക്കുന്ന ഞാൻ ഒരു വാക്ക് തെറ്റിന്ന് വിചാരിക്കാം. ഇന്നലെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോ വടക്കോട്ടും തെക്കോട്ടും തലവെച്ച് കിടക്കരുത്, ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്നാൽ തലച്ചോറിൽ ഹീമോഗ്ലോബിൻ കാപ്പില്ലറിയിൽ ബ്ലോക്ക് ആവും എന്ന് ഞാൻ പറഞ്ഞ് അടുത്ത വരി അതുകൊണ്ട് കിഴക്കോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കരുത് പറഞ്ഞു. കുറെ പേര് വിളിച്ചു പറഞ്ഞു, സാർ ആദ്യം തെക്കോട്ടും വടക്കോട്ടും പറഞ്ഞു, അടുത്ത വാക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അടുത്ത ചോദ്യം എടുക്കുന്നതിലേക്ക് പേപ്പറിലേക്ക് ശ്രദ്ധ പോയപ്പോ വാക്ക് തെറ്റി. ഇപ്പൊ ഒരു വാക്ക് തെറ്റിയപ്പോഴുള്ള റെസ്പോൺസ് എന്നിട്ട് ഞാൻ ചുവട്ടിൽ എഴുതി ചേർത്തു, ഇങ്ങനൊരു തെറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്, കിഴക്കോട്ടും പടിഞ്ഞാട്ടുമാണ് തലവെച്ച് കിടക്കേണ്ടത്. പണ്ടുള്ളവരെന്ത് പറഞ്ഞു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തലവെച്ച് കിടന്നാല് മാഗ്നറ്റിക് മെറിഡിയന്റെ സ്വാധീനം ഉണ്ടാവില്ല, പെർഫെക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നതിൽ ഒരു തെറ്റ് വന്നാൽ ചിലപ്പോ നിങ്ങൾ മൊത്തം കൺഫ്യൂഷനാവും. അപ്പൊ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന വ്യക്തി ശ്രദ്ധിക്കണം, കർമ്മയോഗികൾ അവരുടെ കർമ്മത്തില് ശ്രദ്ധിക്കണം. കർമ്മയോഗ
കർമ്മയോഗത്തിലൂടെ അല്ലാതെ ജ്ഞാനയോഗത്തിലേക്കുള്ള പ്രവേശനം അസാധ്യമാണ്. എന്ത് സത്യമാണതറിയോ? പലപ്പോഴും പറയും, എത്ര ദിവസം കുത്തിയിരുന്നിട്ടായിരിക്കും ശങ്കരാചാര്യ ചാന്തോക്യ ഉപനിഷത്തിനും ബൃഹദാരണ്യക ഉപനിഷത്തിനും വ്യാഖ്യാനം എഴുതിയത്? ഭഗവത്ഗീതയ്ക്ക് എത്ര കാലം പഠിക്കുക എന്ന വർക്ക് ചെയ്തിട്ട് വേണം 32 വയസ്സിനുള്ളില് ഇതിനെല്ലാം വ്യാഖ്യാനം എഴുതി ഭാരതത്തിലേക്ക് 2 പ്രാവശ്യം കറങ്ങി, എന്നിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചു, മറ്റുള്ളവരെ ഈ അറിവ് ബോധ്യപ്പെടുത്തി, എന്നിട്ട് സ്വന്തം സമുദായം അദ്ദേഹത്തിനെ പുറത്താക്കിയപ്പോഴും അതിലൊന്നും ചരിക്കാതെ 32ാമത്തെ വയസ്സിൽ കേദാർനാഥിൽ ചെന്ന് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചു. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽപിത സ്തുത്യാ നിർവചനീയത അഖിലഗുരോ ദൂരീകൃതായന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോയ തീർത്ഥയാത്രാദിനാ ദോഷത്രയം മൽകൃതം ജഗദീശ വികൽപ്പേന ക്ഷന്തവ്യം. എന്ത് നല്ല വരി അറിയോ? അത് നിങ്ങൾ കേൾക്കണ്ട, പഠിക്കാൻ വേണ്ട. പഠിച്ചാല് അബദ്ധം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? എന്താണെന്നറിയാം അർത്ഥം? ഒറ്റ വരി കൊണ്ട് പറയാം, റിപ്പീറ്റ് ചെയ്യില്ല. അത് പറയുന്നത്, രൂപമില്ലാത്ത അങ്ങയെ രൂപം നൽകി ഒരു ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ച് അവന്റെ മുമ്പിലിരുന്ന് തൊഴുത 1ാമത്തെ തെറ്റ് അടിയൻ ചെയ്തു. ഈ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് ഒരു വിഗ്രഹത്തിലാണ് ഉള്ളതെന്ന് ധരിച്ച് ആ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ മുഴുവനും തീർത്ഥയാത്രയിലൂടെ പോയ 2ാമത്തെ തെറ്റ് ഞാൻ ചെയ്തു. വിവരിക്കാൻ സാധിക്കാത്ത അങ്ങയെ പരിമിതമായ അക്ഷരങ്ങളുള്ള, പരിമിതമായ വാക്കുകളുള്ള, പരിമിതമായ ഭാഷ ഉപയോഗിച്ച് സ്പീഡിൽ പറയുന്നത് മനഃപൂർവ്വമാണ് കേട്ടോ. സ്പീഡിൽ പറയുന്നത് മനഃപൂർവ്വമാണ്. പരിമിതമായ അക്ഷരങ്ങളുള്ള, പരിമിതമായ വാക്കുകളുള്ള, പരിമിതമായ ഭാഷ ഉപയോഗിച്ച് വിവരിക്കാൻ പറ്റാത്ത അങ്ങയെ വിവരിക്കുന്ന 3ാമത്തെ തെറ്റ് ഞാൻ ചെയ്ത്, ജഗതീശ്വര 3 തെറ്റ് ചെയ്തതിനോട് അങ്ങ് പൊറുക്കേണമേ. അത് ആ ലെവലിൽ ആയവർക്കുള്ളതാ. ആ ലെവലില് ആയവർക്ക്. നമ്മൾ അവിടെ ഒന്നും ആയിട്ടില്ല, അതിന്റെ 7 അയൽവക്കത്ത് എത്തിയിട്ടില്ല. ഉഴുന്നുവടക്ക് എങ്ങാനും ഉപ്പില്ലെങ്കിൽ ഇത് തിന്നാൻ പറ്റില്ല എന്ന് പറയുന്ന ലെവലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് രമണ മഹർഷിയുടെ ലെവൽ എത്താതെ രമണ മഹർഷിയെ പോലെ കോണക കൊടുത്ത് നടന്നാൽ പോലീസ് പിടിച്ചകത്തിടും. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിരന്തരം കർമ്മനിരതനാണ്. നഹി കശ്ചിത് ക്ഷണമപി യാതുത്തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഹി. എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അർജുന, നീയും പ്രവർത്തിക്കണം. എന്ത് ഭംഗിയായിട്ട്! ഒരാറ്റത്തിലെ ഇലക്ട്രോണുകൾ കറങ്ങുന്നു നിരന്തരം. ഭൂമി കറങ്ങുന്നു, സൂര്യൻ ചലിക്കുന്നു, ഈ സോളാർ സിസ്റ്റം കറങ്ങുന്നു, വായു ചലിക്കുന്നു, ചെടികൾ വളരുന്നു, നമ്മുടെ ഹൃദയം ഇടിക്കുന്നു. എല്ലാ സിസ്റ്റവും നിരന്തരം വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കാൻ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. യു ഷുഡ് ഓൾസോ വർക്ക്. ഇംഗ്ലീഷ് അന്നെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൊടുക്കലായിരുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിരന്തരം കർമ്മനിരതമാണ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിരന്തരം കർമ്മനിരതമാണ്. അതുകൊണ്ട് നീയും കർമ്മനിരതനാകണം. കർമ്മേന്ദ്രിയങ്ങളെ ബലാത്കാരമായി നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കാതെ ഇരിക്കുന്നവർ ശുദ്ധ തട്ടിപ്പുകാരാണ്. അത് അങ്ങേര് ഉപയോഗിച്ച വാക്കാ, ഞാൻ ഉപയോഗിച്ചതല്ല. അതായത് മനസ്സ് മുഴുവനും നിയന്ത്രിക്കുക, ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടേ കുറെ ഇരിക്കാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? വളരെ സിമ്പിളാണ്. ജനുവരി 1-ാം തീയതി സൂര്യോദിച്ചതിന് ശേഷം ഞാൻ മദ്യപിക്കില്ല എന്നൊരാൾ തീരുമാനിച്ചു. പിന്നെ അയാൾ മദ്യപിച്ചില്ല, 15 ദിവസം മദ്യപിച്ചില്ല, 16-20. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി, മദ്യപിക്കാതിരിക്കാനും പറ്റും. പിന്നെ അയാൾക്കൊരു സംശയം തോന്നി. എന്താ അറിയോ? ഇനി ബീവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കൂടെ നടന്നു നോക്കാം, മദ്യപിക്കണമെന്ന് തോന്നുമോ? ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ ഇല്ലല്ലോ. ഇപ്പൊ കള്ള് ഷോപ്പിന്റെ മുമ്പിൽ കൂടെ നടന്നു. 1ാമത്തെ കള്ള് ഷോപ്പ് കഴിഞ്ഞു, മദ്യപിക്കണമെന്ന് തോന്നണില്ല. 2ാമത്തെ കള്ള് ഷോപ്പിന്റെ മുമ്പിൽ കൂടെ പോയി, അപ്പോഴും തോന്നിയില്ല. 3ാമത്തെ കള്ള് ഷോപ്പിന്റെ മുമ്പിൽ കൂടെ പോയപ്പോ അപ്പോഴും തോന്നിയില്ല. ഇപ്പൊ 3 കള്ള് ഷോപ്പിന്റെ മുമ്പിൽ കൂടെ പോയിട്ടും മദ്യപിക്കണം എന്ന് തോന്നാത്ത സന്തോഷം കൊണ്ട് 4ാമത്തെ കള്ള് ഷോപ്പിൽ കയറി മൂക്കറ്റം കുടിച്ചു. എന്നാൽ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് അതാത് ഇന്ദ്രിയങ്ങളെ കർമ്മനിരതനാക്കാൻ അനുവദിക്കുന്നതാണ് ഉത്തമം. അവിടെയാണ് ജീവിതമുള്ളത്. ഇന്ദ്രിയങ്ങളെ ഇപ്പോ ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? സീയിങ്ങും വാച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടോക്കിങ്ങും ഡിസ്കസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തിങ്കിങ്ങും അനലൈസിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹിയറിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു ലിസണിങ്. ഹിയറിംഗ് പ്ലസ് മൈൻഡ്, ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെയാണ് ലിസണിങ് എന്ന് പറയാം. മറ്റേത് കേൾക്കുന്നു. അപ്പോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കേട്ടോളൂ, മനസ്സ് അതിലേക്ക്
കൊടുക്കാതിരിക്കുക. എന്ത് രസമായിട്ടാ കൃഷ്ണൻ പറഞ്ഞത്. അതായത് ചെവിയുടെ വർക്ക് ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിൽ അതിനെ എന്തിനാ കീഴ്പ്പെടാൻ പോകുന്നത്? കണ്ണ് കാണാനുള്ളത് കണ്ടോട്ടെ. നിങ്ങൾ കാഴ്ചയില് അടിമകളാകാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുക. ആ പറഞ്ഞത് അയാൾ അനുസരിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക. whatever you want to tell, you tell. then and there forget about it. അപ്പോ ഇവിടെ വളരെ ഭംഗിയായിട്ട് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യായത്തിൽ ഏറ്റവും നല്ലൊരു വരിയാണ്. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് അതാത് ഇന്ദ്രിയങ്ങളെ കർമ്മനിരതനാകാൻ അനുവദിക്കുന്നതാണ് ഉത്തമം. ചെവി കേൾക്കേണ്ടതെല്ലാം കേട്ടോട്ടെ, കണ്ണ് കാണേണ്ടത് കണ്ടോട്ടെ. ഞാൻ അതിനെ ബലാത്കാരമായിട്ട് ചെവി അടച്ചു പിടിക്കുകയോ കണ്ണടച്ചു പിടിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ മനസ്സിനെ ആവശ്യമില്ലാതെ തടയിടുകയോ ചെയ്യില്ല. ചെവി കേൾക്കുന്നതും കണ്ണ് കാണുന്നതും നാവ് സംസാരിക്കുന്നതും മനസ്സ് ചിന്തിക്കുന്നതും എന്നെ ആവശ്യമില്ലാതെ സ്വാധീനിക്കില്ല. എന്നെ അത് ബോണ്ടേജ് ഉണ്ടാക്കാൻ അനുവദിക്കില്ല. നല്ല വരിയാണ്, നല്ല വരിയ. നല്ല അസല് തെറി പാട്ട് കേട്ടു എന്ന് വിചാരിക്കുക. ഞാൻ കേട്ടു, കഴിഞ്ഞു. അതെന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ കേട്ടു, അതൊന്നും എന്റെ ജീവിതത്തില് എന്നെ ആവശ്യമില്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഞാൻ കുട്ടികളോട് പറയാറ്, 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പോയ കുട്ടികളോട്, +2 ലെവലിലുള്ള കുട്ടികൾ, അതിന് മുകളിൽ പറയും, യു ഷുഡ് ലിസൺ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. യു ഷുഡ് വാച്ച് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. യു ഷുഡ് ഡിസ്കസ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. ബട്ട് കീപ് യുവർ മൈൻഡ് ഓപ്പൺ ഓൺലി ഫോർ ടേക്കിംഗ് ഗുഡ്. നന്മയും തിന്മയും കേൾക്കണം, അതുപോലെ നന്മയും തിന്മയും കാണണം, നന്മയും തിന്മയും ചർച്ച ചെയ്യണം, നന്മ മാത്രം അകത്തേക്ക് എടുക്കും. അർത്ഥം മനസ്സിലായി? വളരെ നല്ല ഒരു വരിയാണ്. അതാത് ഇന്ദ്രിയങ്ങൾ അവനവൻ ചെയ്യേണ്ടതായ കർമ്മം ധർമ്മമായിട്ടാണ് കർമ്മയോഗികൾ അനുഷ്ഠിക്കുന്നത്. യജ്ഞഭാവത്തോടെ ത്യാഗപൂർണമായി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കർമ്മത്തോടും കർമ്മബലത്തോടും കർമ്മയോഗികൾക്ക് ബന്ധനമുണ്ടാവുന്നില്ല. നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല മാർക്ക് കിട്ടിയപ്പോൾ സന്തോഷിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുന്നു, ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ വാക്കാണ് ബന്ധനം. ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല എന്നുവെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്ക് കിട്ടിയാൽ ഹാപ്പി, അത് ബന്ധം. ഫസ്റ്റ് റാങ്ക് കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, അത് ബന്ധനം, ബോണ്ടേജ്. എനിക്ക് അസുഖം വന്നു, ശരി, അസുഖം വന്നു, അതുമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നു. ആ അസുഖം വന്നതുകൊണ്ട് ഇനി നരകയാതന അനുഭവിക്കാൻ വയ്യ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, അത് ബന്ധനം. നല്ല ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ രോഗത്തെ പോലും അടക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് സാധിച്ചു. അപ്പൊ ബന്ധനവും ബന്ധവും തമ്മിലുള്ള വേർതിരിവ് അറിയണം, നല്ലോണം അറിയണം. ഈ പണ്ട് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ജോസഫ് ആണെന്ന് തോന്നുന്നു, കേരള കോൺഗ്രസിലെ. അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അടുത്ത പ്രാവശ്യം ഇലക്ഷന് ജയിക്കുമോ? ഈ ചോദ്യം ചോദിച്ച ഉടനെ ജോസഫ് മറുപടി പറഞ്ഞത്, ജയിക്കുമെന്നോ തോൽക്കുമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടൊന്ന് ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. ജയിച്ചാ ജയിച്ചു, തോറ്റാ തോറ്റു. ഒരു കസേരയും ഒരു സ്ഥലവും ആർക്കും പെർമനന്റ് അല്ല. അത് അദ്ദേഹം പറഞ്ഞ രീതി, വാട്ട് ഹീ സെഡ് ആൻഡ് ഹൗ ഹീ സെഡ്, സൂപ്പർ ആയിരുന്നു. ഒന്നും അതൊക്കെ ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ ജയിച്ചില്ല. അതൊന്നും ഇത്രയും കാര്യമാക്കണ്ട. അതൊരു വലിയ വലിയ ഇതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തോടും നമുക്ക് ബന്ധമുണ്ടാകണം. ബന്ധനമുണ്ടാകുമ്പോഴാണ് ദുഃഖം തോന്നുന്നത്, വേദന തോന്നുന്നത്, ആ പരാജയ ഭീതിയെല്ലാം തോന്നുന്നത്. നമുക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, നിങ്ങൾക്ക് എന്ന വാക്കല്ല. യജ്ഞഭാവത്തോടെ ത്യാഗപൂർണമായി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കർമ്മത്തോടും കർമ്മബലത്തോടും കർമ്മയോഗികൾക്ക് ബന്ധനമുണ്ടാകുന്നില്ല. കർമ്മയോഗത്തിലൂടെ തന്നെയാണ് പ്രകൃതിയിലെ സർവചരാചരങ്ങളും യജ്ഞഭാവത്തിൽ കർമ്മനിരതമാകുന്നത്. ഒരു ചെടി കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നതും, വേസ്റ്റ് വെള്ളം വലിച്ചെടുത്ത് ഒരു തെങ്ങ് മധുരമുള്ള കരിക്കിന്റെ വെള്ളമാക്കി മാറ്റുന്നതും, കാടിയും മറ്റു വേസ്റ്റും ഒരു പശു കഴിച്ച് നല്ല പാലും അതിൽ നിന്ന് വെണ്ണയും തൈരും ഉണ്ടാക്കുന്നതെല്ലാം യജ്ഞഭാവമാണ്. കടലിലെ ഉപ്പുവെള്ളമാണ് മേഘമെടുത്ത് നല്ല മഴവെള്ളമായിട്ട് മനുഷ്യന് തരുന്നത്. ഒന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും മാവ് പൂത്ത മാങ്ങയായി മാമ്പഴമായിട്ട് നമുക്ക് തരുന്നത് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടല്ല, തന്നെത്താനെ ചെയ്യുന്ന ഇതാണ് പ്രകൃതി. യജ്ഞഭാവത്തില് കർമ്മം ചെയ്യുന്നതിന് അനവധി ഉദാഹരണങ്ങളില് ഏതാനും ഉദാഹരണം. യജ്ഞഭാവത്തിലുള്ളതും
സമർപ്പണ മനോഭാവത്തോടെയുള്ളതുമായ കർമാനുഷ്ഠാനത്തിലൂടെ യോഗിക്ക് സർവചൈതന്യവും പ്രകൃതിയും പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നു. ത്യാഗഭാവത്തോടുകൂടി കർമ്മം ചെയ്തവരായതുകൊണ്ടാണ് നമ്മളുടെ ഋഷീശ്വരന്മാരെ ഇന്നും നമ്മൾ സ്മരിക്കുന്നത്. വാൽമീകിയെയും വാൽമീകി രാമായണത്തെയും ത്രേതായുഗം മുതൽക്ക് ജനങ്ങൾ ഓർമ്മിക്കുന്നു. മഹാഭാരതത്തെയും വേദവ്യാസനെയും ദ്വാപരയുഗം മുതൽക്ക് മനുഷ്യർ ഓർക്കുന്നു. ശ്രീരാമനും ശ്രീകൃഷ്ണനെയും നമ്മൾ ഓർമ്മിക്കുന്നു. ഒരു 15 കൊല്ലം ജീവിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ ഓർമ്മിക്കുന്നില്ല. എന്താ കാരണം? എല്ലാ കർക്കിടകത്തിലും വാൽമീകി രാമായണം വായിക്കുന്നുണ്ടല്ലോ. ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഡിസ്കവറി ഓഫ് ഇന്ത്യ, ലോകത്തില് ഒരു പ്രധാനമന്ത്രി മാത്രമേ അവനവന്റെ രാജ്യത്തെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോ ആ ഡിസ്കവറി ഓഫ് ഇന്ത്യ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എത്ര പേര് വായിച്ചിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഡാസ് ക്യാപിറ്റൽ എത്ര പേര് വായിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് അത് വായിക്കാൻ തോന്നണില്ല? എന്തുകൊണ്ട് ത്രേതായുഗത്തിലെ രാമായണം വായിക്കണമെന്ന് തോന്നുന്നു? ത്യാഗഭാവത്തോടു കൂടിയ വിവരണങ്ങളാണ്, യജ്ഞഭാവത്തോടു കൂടിയ വിവരണങ്ങളാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അധികാരത്തിനും അതുപോലെ തന്നെ ആഡംബരത്തിനും വേണ്ടിയുള്ളത് മനുഷ്യനെ പരിധിക്കപ്പുറം സ്വാധീനിച്ചാലും പിന്നീട് ആ സ്വാധീനം നിലനിർത്താനാവില്ല. പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും യജ്ഞഭാവത്തിൽ തന്നെ ചാക്രീകമായി നിരന്തരം തുടരുന്നു. നിരന്തരം സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, മഴക്കാലം കഴിഞ്ഞ് തണുപ്പ് കാലം കഴിഞ്ഞ് വേനൽക്കാലം വരുന്നു, മാവ് പൂക്കുന്നു, കണ്ണിമാങ്ങയാകുന്നു, മാങ്ങയാകുന്നു, മാമ്പഴമാകുന്നു, അടുത്ത വർഷം വീണ്ടും മാവ് പൂക്കുന്നു. എന്റെ വീട്ടിൽ അതിരുന്ന കൃത്യമായിട്ട് അറിയും. എന്റെ വീട്ടിലൊരു ഷീറ്റുണ്ട്, മാങ്ങ വീഴുമ്പോ രാത്രി ഞങ്ങൾ ഞെട്ടി എണീക്കാറുണ്ട്. അപ്പോ ഇതിങ്ങനെ ചാക്രികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഞെട്ടി എണീക്കാൻ തുടങ്ങിയത് അപ്പൊ മാമ്പഴത്തിന്റെ സീസണായി ഞങ്ങൾ രാത്രി ഓർമ്മിക്കും. ഈ ചക്രത്തിന്റെ ഭ്രമണത്തിന്റെ ഭാഗമായി തീരുന്നതാണ് ധർമ്മം. നല്ലൊരു വരിയ. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ ജീവതി.